നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീഡിയോ വേണം നോക്കുക. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള കമൻസ് നോക്കുമ്പോൾ ഒരു ചലഞ്ച് പോലെ ചെയ്യണം എന്നാണ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടുതലും ലൈക്കുകളും അതുപോലെ തന്നെ കൂടുതൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഈ ക്ലിയർ ആവാനും നല്ല ഗ്ലോയിങ് ആയിരിക്കാനും ഒപ്പം ബ്രൈറ്റ് ആവാനായിട്ടുള്ള കാര്യങ്ങളും ചലഞ്ചുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എന്താ പറയുക, സ്കിൻ നമ്മുടെ ഫേസ് ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റ് ചലഞ്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മളെല്ലാം പെടും. സ്കിൻ ക്ലിയർ ആവാനും ഗ്ലോയിങ് ആവാനും അതിലൂടെ നല്ല നന്നായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ചലഞ്ച് മാതിരി ചെയ്യുമ്പോൾ എല്ലാവരും കുറേ അധികം പേര് നമ്മുടെ വീഡിയോസ് പങ്കെടുക്കുകയും അതിൻ്റെ റിസൾട്ടുകൾ നമ്മുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ മുന്നത്തെ ചലഞ്ചുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു രസമാവുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും മറന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓണത്തിന് മുമ്പ് ഗീവ് അവേ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കമന്റ് ഇടാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കമന്റ് പിക്കറിലൂടെയാണ് നമ്മൾ കമന്റ് സെലക്ട് ചെയ്യണത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കമന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്കാണ്, നമ്മളൊരു വലിയൊരു ബോക്സ് ആണ് നമ്മുടെ സംഭവങ്ങൾ. അതിൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ലൈവായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യണം. അപ്പോൾ ഞാൻ ദേ ഫോണിലാണ് നോക്കണത്. നമ്മൾ ഈ കമന്റ് പിക്കറിലൂടെ നമ്മൾ ഒരു ആപ്പുണ്ട്, ആപ്പിലൂടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ നേരിട്ട് സെലക്ട് ചെയ്യുന്നതല്ല, കമന്റ് പിക്കർ സെലക്ട് ചെയ്യണ കമന്റിലാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ. അപ്പം എല്ലാവർക്കും തരണമെന്നുണ്ട്, പക്ഷേ നമുക്ക് അതിനോടൊരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്കും വിഷമം ഉണ്ടാവില്ല, കാണുന്നവർക്കും വിഷമം ഉണ്ടാവില്ല. ഇനി നമുക്ക് ചലഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചലഞ്ചിന്റെ റിസൾട്ട് ഇപ്പം നമ്മൾ തുടങ്ങണില്ലേ, അതിനെന്തായാലും നമ്മൾ അത് കഴിയണേ മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ടുകൾ നോക്കിയിട്ടൊരു ചലഞ്ച്, ഒരു എന്താ പറയുക, ഗീവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ആ ലിങ്ക്, നമ്മൾ ആ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഇതവിടെ യൂട്യൂബ് കമൻറ്റ് പിക്കറിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാ കിട്ടാന്ന്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട്, അതായത് കീവേഡ് ഫിൽറ്റർ, കസ്റ്റം ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കൊടുക്കണില്ല. നോർമൽ ആർക്കായാലും കിട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ വരാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 211 കമൻറ്റാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, അത്ര തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പിക്ക് വിന്നർ കമൻറ്റ് നമുക്ക് നോക്കാം കേട്ടോ. നൗഫിയ മുഹമ്മദ് 29 ആർക്കാണ്? ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്, കുറേ ആലോചിച്ച് എന്നിട്ട് ഓൾ വെൽ. ഞാൻ ഈ ചാനൽ കണ്ട ടൈം മുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. നല്ല വിശ്വാസമുള്ള ചാനലാണ് ഇത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആൾ കാണണ്ടോന്ന് അറിയില്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദേ ആൾക്കാണ് നമ്മൾ നമ്മുടെ സമ്മാനം അയക്കാൻ പോണത്. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മെയിൽ ID വെക്കാം, എൻ്റെ മെയിൽ ID. അതിലേക്ക് ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സ്, 2 ഫോൺ നമ്പർ അയക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് കിട്ടിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മീൻസ് നമ്മുടെ ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും വീട്ടിലേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സപ്പോർട്ടാണ് നിങ്ങളെനിക്ക് തരുന്നത് കേട്ടോ. എന്താ പറയുക, എനിക്കറിയില്ല, ഒരുപാട് സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കടന്നു പോണ അവസ്ഥയിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ എനിക്ക് പിന്നെ വീഡിയോസുകൾ ഇടാനും നിങ്ങളുടെ ആ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ഫസ്റ്റ് നിങ്ങളുടെ ഒരു പിൻബലമാണ്. നിങ്ങളുടെ പിൻബലം ഇല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ഉണ്ണിയൊക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലേ, നമ്മൾ ഒറ്റയ്ക്കും കൂടി ആകുമ്പോഴേ, ഉണ്ണി കുഞ്ഞിതായിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു. ചില അമ്മമാർ വിചാരിക്കും കുഞ്ഞിതായിരിക്കും ഇതൊന്നും വലുതായ സുഖമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞിതായിരിക്കുമ്പോൾ സുഖമായിരുന്നത് വലുതാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര പാടാവുന്നത്. ഒരു ഓടി നടക്കൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും അപകടങ്ങളിലേക്കാണ് പോവുക. പ്രത്യേകിച്ച് അമ്മൂനൊക്കെ കുറച്ചും കൂടിയും വികൃതി മീൻസ് കുറച്ചും കൂടി ആക്റ്റീവാണ്, ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയാൻ പാറു. അതുകൊണ്ട് തന്നെ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് പാടുമാണ്. പിന്നെ ഒറ്റയ്ക്കുമാണ്. വീഡിയോസ്, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോഴേ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇതുപോലെ വന്ന് വീഡിയോസ് ഇടാനും ഒക്കെ ഇതിനും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു ചലഞ്ചിൻ്റെ കാര്യം നമുക്ക് എന്തായാലും ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ 10 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലാണ് ഈ ചലഞ്ച് നമ്മൾ അടുത്ത ദിവസം തുടങ്ങിയിട്ട് നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കേണ്ടത് കേട്ടോ. 10 കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം.
ഏറ്റവും ആദ്യത്തെ കാര്യം, രാത്രി നമ്മൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, കോളേജിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം എല്ലാവരും ചെയ്യുമല്ലോ, രാത്രി ഇതൊന്നും റിമൂവ് ചെയ്യാതെ ഉറങ്ങരുത്. അതായത് നമ്മൾ രാവിലെ ചെയ്ത സ്കിൻ കെയർ അവിടെ തന്നെ വെച്ചിട്ട് ഉറങ്ങരുത്. പിന്നെ നമ്മൾ ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് വേണം ഉറങ്ങാനായിട്ട്. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കാം. നമ്മൾ രാത്രി ഡബിൾ ക്ലെൻസ് ചെയ്യുക. അതായത് എല്ലാവർക്കും നിങ്ങളൊരു മിസിലർ വാട്ടർ അതായത് മേടിച്ചു, ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ എല്ലാവിടെയും കിട്ടും, ഓൺലൈൻ കിട്ടും. ഞാൻ ഉപയോഗിക്കുന്നത് ബയോഡെർമയുടെ ആണ്. ഇത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാണോ. എപ്പോഴും ഇങ്ങനെ മിസിലർ വാട്ടറാണ് നല്ലത്. ക്ലെൻസിങ് ബാമുകളും ക്ലെൻസിങ് ഓയിൽസ് ഒക്കെ ഉണ്ട് ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്ലെൻസിങ് ഈ ഒരു സംഭവം എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇത് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ വർഷങ്ങളായി ഇപ്പോൾ ഇത് ഉപയോഗിക്കണം. എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് പറയുക ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ബോട്ടിലും വലുതൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇത്രയും വന്നൊരു ബോട്ടിലാണ് മേടിച്ച് വെച്ചിട്ടുള്ളത്. ഇത് 500 ml കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ രാത്രി ഫേസ് ഫസ്റ്റ് തുടങ്ങുന്നത് ഇതിൽ ജസ്റ്റ് ഒരു കോട്ടൺ മുക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഒക്കെ കളയും. മേക്കപ്പ് എന്നും ഇടുന്ന ആളൊന്നുമല്ല ഞാൻ, പക്ഷേ എന്നാലും ഡബിൾ ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഡബിൾ ക്ലെൻസിങ് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ മസ്റ്റ് ആട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും ഒരാഴ്ചയിൽ, അതായത് ഒരു ദിവസം മസ്റ്റായിട്ട്, അതായത് നമ്മളിപ്പോൾ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും നമ്മൾ ഒരു കുക്കുംബർ ഒരു ക്യാരറ്റ് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ സ്കിപ്പ് ചെയ്യാം, എന്നാലും ഒരു 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസമെങ്കിലും ഒരു കുക്കുംബർ ഒരു ക്യാരറ്റ്. ഇപ്പോൾ നമുക്ക് സാലഡ് മാതിരി ഒക്കെ എപ്പോഴും പച്ചയ്ക്ക് കഴിക്കുകയാണ് നല്ലത്. വേവിച്ച് കഴിച്ച് സാമ്പാറിലിട്ട് കഴിക്കണേക്കാളൊക്കെ നല്ലത് നമ്മൾ പച്ചയ്ക്ക് മീൻസ് നമുക്ക് സാലഡ് മാതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുന്നില്ല, അപ്പോൾ അങ്ങനത്തെ സാലഡ് മാതിരിയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ മസ്റ്റായിട്ട് ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും എന്നും എടുക്കുക. അതിപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ആഴ്ചയിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാത്രി നമ്മുടെ കയ്യിലൊക്കെ ഈ ഫോണുള്ള കാരണം നമ്മൾ രാത്രി കുറേ നേരം വൈകി ഉറങ്ങണവരുണ്ട്. പിന്നെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അല്ലാത്തവർ മസ്റ്റായിട്ട് രാത്രി നമുക്കൊരു സ്ലീപ്പിംഗ് റൂട്ടീൻ വെക്കുക. അതായത് നമ്മൾ രാവിലെ അത്യാവശ്യം കുറച്ച് നേരത്തെ എണീക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഫുൾ ബോഡിക്ക് നല്ല എനർജി കിട്ടാനൊക്കെ ഭയങ്കര നല്ലതാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. പക്ഷെ രാത്രി കിടക്കുന്ന ഒരു സ്ലീപ്പിംഗ് റൂട്ടീൻ കറക്റ്റായിട്ട് വെക്കുക. ഒരു സമയമാകുമ്പോൾ ഫോൺ മാറ്റി വെക്കുക. നമ്മൾ ഉറങ്ങണേ കുറച്ച് മുന്നെങ്കിലും ഫോൺ മാറ്റി വയ്ക്കുക. നമ്മൾ നമ്മുടെ ശീലം തന്നെ നമ്മൾ മക്കൾ കണ്ടുപിടിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി വയ്ക്കുക. നമ്മൾ ഉറങ്ങുക. പെട്ടെന്ന് തന്നെ ഫോൺ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ കിടക്കണ നേരത്തെ നോക്കാതിരിക്കുക എന്നാണ് പറയാം. പക്ഷെ നമുക്ക് ചില സമയത്ത് നമ്മൾ നോക്കി പോവും. ഞാനും നോക്കാറുണ്ട്. കാരണം പാറുട്ടി ഉറങ്ങിയാലാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ പാല് കുടിച്ചോളം ഉറങ്ങില്ല, കുടിച്ച് അങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ ആ നേരം നമ്മൾ കിടന്ന് ബോറടിച്ച് പോകും. ഞാൻ ഉറങ്ങിപ്പോന്ന് പേടിച്ചിട്ട് ഫോൺ നോക്കും. അപ്പോൾ എന്നാലും അത്യാവശ്യം ഒരു സമയമാകുമ്പോൾ ഞാനൊരു 9:30 മാക്സിമം, പാറുട്ടിയെ പകലധികം ഉറങ്ങാത്തതുകൊണ്ട് മാക്സിമം പോയി 9:30 വരെ, അതിന് മുന്നേ അവൾ ഉറങ്ങും. അപ്പോൾ ആ സമയം വരെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളും പരമാവധി നിങ്ങൾക്കൊരു സ്ലീപ്പിംഗ് റൂട്ടീൻ വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ അത് മസ്റ്റാണ്. അടുത്തത്, വെള്ളം കുടിക്കുന്ന കാര്യം മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഒരു 2 ലിറ്ററെങ്കിലും ഒരു ദിവസം കുടിക്കുക. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹൈഡ്രേഷൻ ഈസ് ഈക്വൽ ടു ഹെൽത്തി സ്കിൻ. അതാണ് നമ്മുടെ റുട്ടീൻ, നമ്മുടെ എന്താ പറയുക, ആ ഒരു വാചകം നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ കാരണം അത് ഭയങ്കര നല്ലതായതുകൊണ്ടാണ്. സ്കിന്നൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യും വെള്ളം കുടിക്കുന്നത്. ഫുൾ ബോഡിക്കും നല്ലതാണ്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഇങ്ങനെ ഒരു ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു ബോട്ടിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കണക്കൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും വെള്ളം കുടിക്കാൻ. ജസ്റ്റ് അകത്ത് പോയി ഗ്ലാസ്സിൽ ഇങ്ങനെ കുടിക്കണേക്കാളും അല്ലെങ്കിൽ എല്ലാവരും കുടിക്കുന്ന ജഗ്ഗിന്ന് കുടിക്കണേക്കാളും നമുക്കൊരു ബോട്ടിൽ. അപ്പോൾ ഇതൊരു 3 ലിറ്ററിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പോൾ 3 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ ആമസോണിൽ നിന്ന് ഇവിടുന്ന് മേടിച്ചതാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം. അപ്പോൾ ഇത് എനിക്ക് നിർബന്ധം. അപ്പോൾ നമ്മൾ ആ രാത്രി ആ കുപ്പിക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിന്നിപ്പോൾ ഇത്രയും വെള്ളം കുടിച്ചു. അപ്പോൾ നമുക്ക് ഒരു അളവ് കിട്ടും. അപ്പോൾ അത് മസ്റ്റ് ആട്ടോ. അടുത്ത കാര്യം, സൺസ്ക്രീൻ. അത് ഈ ഒരു ചലഞ്ചിൽ ചലഞ്ച് മാത്രമല്ല, നിങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത കാര്യം സൺസ്ക്രീൻ യൂസ് ചെയ്യണത്. കാരണം എന്താണെന്നറിയോ, സൺസ്ക്രീൻ നമ്മുടെ ഈ സ്കിൻ കെയറിൽ കുറേ അധികം കാര്യങ്ങൾക്ക് ഈ സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ, സ്കിന്ന് ഡാമേജ് ആയി എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ വന്നു, കുറേ പേര് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വരാനുള്ള ആദ്യത്തെ കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യണില്ല എന്നുള്ളതാണ്. യൂസ് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യത്തെ, അത് മാറ്റണം നമ്മൾ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നിലാസെറപ്സിൻ്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നിലാസ്കാർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.
ഇത് നല്ലതാട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല എന്താ പറയുക, പെട്ടെന്ന് തന്നെ സ്കിന്നിന് നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ആവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ലെയറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. വൈറ്റ് കാസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ കുറേ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളമടിച്ച മാതിരി ഉണ്ടാവില്ല. അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മളിതാ ഇതുമാതിരി ഇങ്ങനെ പമ്പായിട്ട് 2 ഫിംഗർ റൂൾ അനുസരിച്ച് എടുക്കാം. ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു സൈഡ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ വൈറ്റ് കാസ്റ്റ് വരാണ്ട് അത് പെട്ടെന്ന് ബ്ലെൻഡായി പോവും. സ്കിന്ന് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ കുങ്കുമൊക്കെ നമ്മുടെ കുങ്കുമപ്പൂ ഒരുപാട് നല്ലതാണ്. നമ്മുടെ എന്താ പറയുക സൺ പ്രൊട്ടക്ഷൻ ഒരുപാട് ഉള്ളതാട്ടോ. കണ്ടില്ലേ, വൈറ്റ് കാസ്റ്റ് ഇല്ല. ചില സാധനങ്ങൾ നമ്മൾ ഇടുമ്പോൾ ഭയങ്കര വൈറ്റ് കാസ്റ്റും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് മടുക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. സ്കിന്ന് അത്യാവശ്യം ഭയങ്കര ഓയിലി ആക്കണില്ല. കണ്ടില്ലേ, ഇന്ന് കുറേ റിവ്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ലോഷന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. SPF50 ആണ്. അതായത് അടുത്ത കാര്യം, മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ മസ്റ്റാണ്. ഓക്കെ, കാരണം കുറേ പേർക്ക് മടിയുണ്ട്. ചിലർ ചോദിക്കും, ചേച്ചി ഞാൻ മോർണിംഗിൽ എനിക്ക് നേരം കിട്ടില്ല, അപ്പം ഞാൻ വെറുതെ മുഖം കഴുകി പോവും, വൈകുന്നേരം ചെയ്താൽ മതിയൊന്നു. പക്ഷെ പറ്റില്ല, നമ്മൾ രാവിലെയും ചെയ്യണം വൈകുന്നേരം ചെയ്യണം, എന്നാലാണ് നമുക്ക് കാര്യമുള്ളൂ. കാരണം ഞാനൊരു ചലഞ്ച് ചെയ്തിട്ട് ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അത് ചെയ്താൽ മാത്രം കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇപ്പോൾ സ്കിന്ന് നന്നാവാന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ കൊടുക്കണ കാര്യമായിരിക്കും സ്കിന്നിന് കിട്ടുക. അപ്പോൾ നമ്മൾ ഇത്രയും വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇതെങ്കിലും ഫോളോ ചെയ്താലാണ് നമുക്ക് നന്നാവുള്ളൂ. നമ്മൾ പറയുന്ന ബാക്കി കാര്യം പുറമെ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും അത് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ മൊത്തത്തിൽ നമ്മൾ അതിനൊന്ന് കെയർ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ചലഞ്ച് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. നമ്മൾ നിർത്തരുത്. ഒരു കാര്യങ്ങളൊന്നും നിർത്താൻ പാടില്ല. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മോശമാവും, നമ്മുടെ സ്കിന്ന് മോശമാവും, കാര്യങ്ങളൊക്കെ മോശമാവും. പക്ഷെ അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യമാണ് ഉപ്പ്. മധുരമാണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഏജ്ഡായ മാതിരി ഫീൽ ചെയ്യിക്കുന്നതും അതേപോലെ സ്കിന്നിൽ വേഗം ചുളിവുകളൊക്കെ വരുത്തുന്നത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഷുഗർ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ്. കുറേ ഡ്രിങ്ക്സിലൂടെയും കുറേ നമുക്ക് പാക്കറ്റ് ഡ്രിങ്ക്സ് കിട്ടുന്നില്ലേ, അതിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ്, പേസ്റ്റ്, കുക്കീസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ കഴിക്കും. പല ടൈപ്പിലുള്ള ഷുഗർ ആയിട്ടുള്ള സ്നാക്സുകൾ. ഈ സാധനങ്ങൾ നമ്മൾ ആഴ്ചയിൽ എന്നും ഉപയോഗിക്കരുത്, സ്റ്റോപ്പ് ചെയ്യുക. പ്ലസ് നമ്മുടെ കോഫിയിൽ ഇടുന്നത് വരെ നമുക്ക് തീരെ പറ്റില്ലെങ്കിൽ കുറച്ച് പിഞ്ച് ഇടാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ദിവസമുണ്ട്, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഒരു ദിവസം ഫുള്ളിങ്ങനെ വാരി വലിച്ച് തിന്നരുത്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പെറ്റ് ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ശനിയാഴ്ചയാണ്, എൻ്റെ ഡേറ്റ് ശനിയാഴ്ചയാണ്, ഞാനിപ്പോൾ വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് കംപ്ലീറ്റ് ചായയിലടക്കം ഷുഗർ മീൻസ് നമ്മുടെ ശർക്കര അടക്കം ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അതൊരു വേറൊരു സംഭവമാണ്. എന്തായാലും ചെയ്യാൻ വീഡിയോ നോക്കട്ടെ, ഒരു 3 മാസം നോക്കാം, പറ്റുമോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശനിയാഴ്ച ദിവസം നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഐസ്ക്രീം ആണെന്ന് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത് കഴിച്ചു നോക്കാം. ഇപ്പോൾ ഒരു കഷ്ണം പേസ്ട്രി ആണെങ്കിൽ കഴിച്ചു നോക്കാം. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം. ഉപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഭയങ്കര ഉപ്പായിട്ടുള്ള പപ്പടമൊക്കെ എന്നും കഴിക്കാണ്ടിരിക്കുക. പിന്നെ അച്ചാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക. മധുരം കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേക്ക് സാധനങ്ങളൊക്കെ പരമാവധി സ്റ്റോപ്പ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് നമുക്ക് ഏതാണോ ഇഷ്ടം അത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 8 എണ്ണം പറഞ്ഞു. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം സ്കിന്നിന് ഓഫ് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നവരാണ്, നമ്മൾ ഡെയിലി പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ പൗഡറായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇടും, ഫേസിലിടും. അപ്പോൾ ഒരു ദിവസം ജസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറും ഒരു ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ് ബാം മാത്രം ഇടാം. നമ്മൾ പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ ഒരു ദിവസം സ്കിന്നിന് ഓഫ് കൊടുക്കുക, മേക്കപ്പിൽ നിന്ന് ഓഫ് കൊടുക്കുക. അതായത് ഇപ്പോൾ നമുക്ക് നിവർത്തിയില്ല, നമുക്കൊരു ഫ്രഷ് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ മേടിച്ച് വെക്കാം. ജസ്റ്റ് ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഇടുക, അല്ലെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീനോ നമുക്ക് പറ്റണതാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് ഏറ്റവും ബെസ്റ്റ് ആവുക, അതിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു നല്ലൊരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് ഇടാം. ഇത്രയും മതി ഫിനിഷ്. ലൈബ്രോന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അതായത് ഭയങ്കര ഫൗണ്ടേഷൻ, ക്രീംസ്, ഗ്ലോയിങ് ക്രീംസ് അല്ലെങ്കിൽ ഇത് ലെയർ, പ്രൈമർ, അത് പുട്ടി, മറ്റേ എന്താ പറയുക കൺസീലർ, ഹൈലൈറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ചെയ്യണവരാണ്, എന്നും ചെയ്യണവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടുത്തത് 10ാമത്തെ കാര്യം, സ്കിന്നിൽ ഇങ്ങനെ തൊടുന്നത് ഒഴിവാക്കുക. ഈ 10 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ
നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഈ 10 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, 10 കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഡേ 1 ഡേ 2 അടുത്ത് നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട്. മിക്കവാറും 1-2 ദിവസങ്ങളിലായിരിക്കും നമുക്ക് വീഡിയോസ് ഉണ്ടാവുക കേട്ടോ. കാരണം എനിക്ക് സമയത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷോർട്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ കൺഗ്രാജുലേഷൻ നമ്മുടെ ഗിവ് അവേ വിന്നറിന്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് മെയിൽ അയക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചലഞ്ചായിട്ട് നമുക്ക് വരാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.